ഹായ് ഹലോ സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് രാവിലെ എണീറ്റ് വരുമ്പോൾ കണ്ട കാഴ്ച ഇതെൻ്റെ നാത്തു അവളിരുന്ന് മീൻ വെട്ടിക്കൊണ്ടിരിക്കുക രാവിലെ. അപ്പം ഞാൻ എൻ്റെ എൻ്റെ സ്വന്തം വീട്ടിലാണേ. അപ്പോൾ അവിടെ നമ്മുടെ സ്വന്തം വീടാകുമ്പോൾ നമുക്ക് കുറച്ച് താമസിച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു 8 മണിയൊക്കെ ആയി, 8 മണി വരെ കിടന്നിറങ്ങി. ഞാൻ ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവമാണ്, ചെറുകോല് മുരുകൻ്റെ അമ്പലത്തിൽ. അവിടെ സപ്താഹവും വിഷുവിന് കാവടിയാട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടാനായിട്ട് ഞാൻ വന്ന ഒരാഴ്ചയായി. രാവിലെ എണീറ്റപ്പോൾ അമ്മ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയൊക്കെ തന്നു. കട്ടൻ കാപ്പി ഞാൻ കുറച്ച് നിർത്തി വെച്ചിരിക്കുന്നതാണ് കുറച്ച് നാളായിട്ട്. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട്. അപ്പം തൈറോയിഡിന് നല്ലതല്ലല്ലോ കട്ടൻ കാപ്പി. പിന്നെ ഇവിടെ അമ്മയ്ക്കും ആങ്ങളയ്ക്കും ഒക്കെ കട്ടൻ കാപ്പി ഇല്ലാതെ അവർക്കൊരു പരിപാടിയില്ല. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അവർക്ക് കട്ടൻ കാപ്പി കുടിച്ചില്ല, തലവേദനയാണെന്നാണ് പറഞ്ഞത്. വെറുതെ ഒന്നുമല്ല, നിർത്തണമെന്ന് വെച്ചാൽ നമുക്ക് പറ്റാവുന്നേ ഉള്ളൂ അല്ലേ. അവൾ മീൻ വെട്ടുന്ന സമയം കൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചേക്കാമെന്ന്. ചിലരിത് ചതച്ചിടും, ഞാൻ ഇടയ്ക്ക് ചെയ്യും കേട്ടോ. പക്ഷേ നമ്മുടെ എല്ലാം എളുപ്പപ്പണി ആയതുകൊണ്ട് ഞാൻ അരിഞ്ഞിട്ടേ ഉള്ളൂ. അരിഞ്ഞിട്ടാലും ചതച്ചിട്ടാലും എല്ലാം ഒരേ ടേസ്റ്റ് തന്നെയല്ലേ. മീൻ കറിക്കത്തില്ല, വേറെ VIP ആരും കഴിക്കുന്നില്ല, നമ്മളൊക്കെ തന്നെയല്ലേ നമ്മുടെ വീട്ടിലുള്ളവരെല്ലാം കഴിക്കുന്നത്. ഇച്ചിരി കൂടിയാലും കുറഞ്ഞാലും ആരും ഒന്നും പറയത്തില്ലല്ലോ. പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ ചൂട് എങ്ങനെ ഉണ്ട്? ഇവിടെയൊക്കെ സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അടുക്കളയിലൊക്കെ നിൽക്കുമ്പോഴേ അങ്ങ് പുഴുകുക, വേർത്തൊഴുകുക. അടുക്കളയിൽ കൂടെ ഒരു ഫാൻ വെക്കേണ്ട അവസ്ഥയാണ്. അടുക്കളയിലും ഫാനുള്ള വീടുകളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ ഇവിടെ ഇല്ല കേട്ടോ. നമ്മുടെ അവസ്ഥയാണ് പറഞ്ഞത്. അതുപോലെ വെള്ളം കുടിച്ച് മരിക്കുക. എന്നാൽ നമ്മളൊരു ഗ്ലാസ് വെള്ളം കുടിച്ച് കഴിയുമ്പോൾ പിന്നെ അങ്ങ് ദാഹമാണ്. എത്ര വെള്ളം കുടിക്കുന്നത് നല്ലതാണ്, എന്നാലും വെള്ളം കുടിച്ചാലും മതിയാവുന്നില്ല. അപ്പോൾ ഇന്നത്തെ മീൻകറി ഞാൻ അങ്ങ് വെച്ചേക്കാമെന്ന് വിചാരിച്ച്. നമ്മുടെ സ്പെഷ്യൽ മീൻകറി, സ്പെഷ്യലൊന്നുമല്ല, ചുമ്മാ കേട്ടോ. മൺകലം വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, ഉലുവയിട്ട് പൊട്ടിച്ചു. കടുക് നോക്കിയിട്ട് കണ്ടില്ല, അതുകൊണ്ട് കടുകിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ലല്ലോ. ഉലുവയാണല്ലോ മെയിൻ. ഉലുവയിട്ടു, ഇഞ്ചിയും വെളുത്തുള്ളിയും കരിവേപ്പിലയും ഇട്ട് മൂപ്പിച്ചു. പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവരും വെക്കുന്നതല്ലേ. പിന്നെ ഇന്ന് എനിക്ക് വീഡിയോ എടുത്തു തരുന്ന എൻ്റെ ആങ്ങളയുടെ മോനാണേ, അതുകൊണ്ട് ഈ വീഡിയോ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവൻ എൻ്റെ പുറകെ കൂടുതൽ കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുത്തു തരാമെന്നും പറഞ്ഞു. പുള്ളിക്ക് 5 വയസ്സായേ, ബർത്ത്ഡേ മെയ് 1. ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ എൻ്റെ പുറകിൽ നിന്ന് മാറത്തില്ല കേട്ടോ. എപ്പോഴും ഇങ്ങനെ അപ്പച്ചിന്ന് വിളിച്ച് നടക്കും. പിന്നെ നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷം. നമ്മുടെ കുഞ്ഞല്ലേ, ആങ്ങളുടെ കുഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെയും കുഞ്ഞല്ലേ. അപ്പോൾ നമ്മുടെ മീൻകറിയിലോട്ട് വേണ്ട മുളക് പൊടിയൊക്കെ എടുത്ത് വെക്കുവാണേ. ഇവിടെ ഇച്ചിരി എരിവ് കൂടുതൽ, അമ്മയേ ഉള്ളൂ പിന്നെ എരിവ് കുറച്ച് കഴിക്കുന്നത്. ആങ്ങളയ്ക്കും നാത്തൂനൊക്കെ നല്ലതായിട്ട് എരിവ് ഇഷ്ടമുണ്ട്. മുളക് പൊടി ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. കാശ്മീരി അല്ല, സാധാ മുളക് പൊടി, മഞ്ഞൾ പൊടി, മല്ലിപ്പൊടി, പിന്നെ കായപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിനൊന്നും അളവൊന്നുമില്ല, നമ്മുടെ കൈയളവ്. നമുക്കറിയാമല്ലോ എത്ര എരിവ് വേണം, കൊഴുപ്പ് വേണമെന്നൊക്കെ. മല്ലിപ്പൊടി കുറച്ച് ഇട്ടിട്ടുള്ളൂ, മുളക് പൊടിയാണ് കൂടുതൽ. പിന്നെ ഞാൻ ഈ മീൻകറിയൊക്കെ വെക്കുമ്പം മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഞാനൊരു കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ചാറ് പോലാക്കി, ചാറല്ല കൊഴുത്ത് കലക്കിയിട്ട് എണ്ണയ്ക്കകത്തിരുത്തുള്ളേ. 1-2 പ്രാവശ്യം പണി കിട്ടിയിട്ടുണ്ട്. മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഡയറക്റ്റ് എണ്ണയ്ക്കകത്തിട്ട് അത് കരിഞ്ഞ് പോഞ്ഞ്, അല്ലെങ്കിൽ അങ്ങ് മൂത്ത് പോകും. എനിക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് കിട്ടുന്നില്ല. ഇതാകുമ്പോൾ നമുക്ക് നല്ല ചുമന്ന കളറിലെ കറിയും കിട്ടും, വീട്ടുകാർക്കും സന്തോഷം, നമുക്കും സന്തോഷം. പിന്നെ ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് ടേസ്റ്റ് വ്യത്യാസമൊന്നും വരത്തില്ല. ഇങ്ങനെ എടുക്കുന്നവരും ഉണ്ട്, ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ട്. അത് കണ്ടാണ് ഇത് പഠിച്ചത് കേട്ടോ. ഇങ്ങനെ എടുത്താലും നമ്മളങ്ങ് പച്ചയ്ക്ക് വെള്ളം ഒഴിക്കുമല്ലോ, നല്ലപോലെ വഴറ്റി എണ്ണ തെളിഞ്ഞ് അത് മൂത്ത് വരുമ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കും. ഒന്നുകൂടി ഇട്ട് മൂപ്പിക്കും. അത് നല്ലതായിട്ട് മൂത്ത് കഴിയുമ്പോൾ പിന്നെ ഞാൻ ചാറാക്കത്തുള്ളൂ. അപ്പം ആ പച്ചച്ചോവയൊക്കെ അങ്ങ് പൊക്കോളും. സാധാരണ നമ്മൾ മീൻകറി എടുക്കുന്ന പോലെ തന്നെ വെള്ളത്തിലൊഴിച്ച് കലക്കുന്നതേ ഉള്ളൂ. അങ്ങനെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നല്ലതായിട്ട് മൂത്ത് തന്നു. ഇനി നമുക്ക് നമ്മുടെ കലക്കി വെച്ചിരിക്കുന്ന ആ ചാറെടുത്ത് ഇതിനകത്തോട്ട് ഒഴിക്കാം. നിങ്ങൾക്കൊക്കെ ഏത് ടൈപ്പ് മീൻകറി ഇഷ്ടം? ഇങ്ങനത്തെ മുളകിട്ട ചുമന്ന കറിയാണോ അതോ തേങ്ങ അരച്ച കറിയാണോ? ഇവിടെ എനിക്കിഷ്ടം ഇതാണ് കേട്ടോ. ഇത് നമ്മൾ ഇങ്ങനെ നേരത്തെ തൊട്ട് കഴിക്കുന്നുണ്ടായിരിക്കും. ഈ മുളകിട്ട ചുമന്ന കറിയാണ് ഇഷ്ടം. നമ്മളെവിടെയെല്ലാം തിരുവനന്തപുരം കൊല്ലം ആ സൈഡൊക്കെ പോകുമ്പോൾ ഈ തേങ്ങ അരച്ച മീൻകറി അതും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ പണ്ട് തൊട്ട് കഴിച്ച് ശീലിച്ചുകൊണ്ടായിരിക്കാം ഇത് ഇങ്ങനത്തെ മീൻകറി ഇഷ്ടം. കുടംപുളിയൊക്കെ ഇട്ട് മറ്റേ പിഴിപുളിയല്ലേ മറ്റേ തേങ്ങ അരച്ച മീൻകറിക്കകത്തൊക്കെ ഇടുന്നത്. അതിനേക്കാളും കുറച്ചുകൂടി ഇഷ്ടം ഇതാ. നമ്മുടെ വീട്ടിലും എല്ലാവർക്കും ഇത് തന്നെ ഇഷ്ടം. അപ്പോൾ അത് ഇങ്ങനെ വഴറ്റി എടുക്കണം. ഇതിപ്പോൾ മീൻകറിയുടെ വീഡിയോ ആയി പോകുമല്ലോ, മീൻകറി വീഡിയോ അല്ല കേട്ടോ. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇട്. കൊള്ളാമെന്നോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് എന്ത് കുഴപ്പമില്ല, കമൻറ്റ് ഇടണം. ഒന്ന് ഷെയറും ചെയ്യണേ. നമ്മുടെ ഈ കൊച്ചു ചാനലൊന്ന് വളർന്ന് വന്നോട്ടെ, ഒന്ന് ഹെൽപ്പ് ചെയ്യും. ഈ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും
എല്ലാം ഞാൻ തന്നെ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടായിരിക്കും. നമുക്ക് എല്ലാം ഒന്നും അറിയത്തുമില്ലല്ലോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ. ഇപ്പോൾ ഇത് 3ാമത്തെ വ്ളോഗാണ്. അതുകൊണ്ട് പറഞ്ഞത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ നമ്മുടെ അരപ്പൊക്കെ നല്ലതായിട്ട് മൂത്ത് വന്ന് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച്, നമുക്ക് ചാറിന് വേണ്ട വെള്ളം ഒഴിച്ചു, ആവശ്യത്തിനുള്ള ഉപ്പിട്ടു, കുടംപുളി, കറിവേപ്പില ഇത്ര ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇന്ന് നമുക്ക് കിട്ടിയത് ചൂരമീനാണ്. അപ്പോൾ അതിന് കുറച്ച് എരിവും പുളിയൊക്കെ മുന്നിട്ട് നിൽക്കണമല്ലോ. ഇന്നത്തേക്കിന് മാത്രമല്ലല്ലോ, നമ്മൾ നാളെയും കൂടെ എടുക്കുമല്ലോ. നാളത്തേക്കാകുമ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ ഇപ്പോൾ കുറച്ച് എരിവ് തോന്നും ഇന്ന് നമ്മൾ കഴിക്കുമ്പോൾ, ചൂടോടെ കഴിക്കുമ്പം. പക്ഷെ നാളത്തേക്കാകുമ്പോൾ അതെല്ലാം കഷ്ണത്തിലൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇച്ചിരി മുളക് കൂട്ടി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. എരിവ് കഴിക്കാവുന്നവരുടെ കാര്യം കേട്ടോ പറഞ്ഞേ. ഇവിടെ ഞങ്ങൾക്കെല്ലാം എരിവ് ഇഷ്ടമാണ്. അമ്മയ്ക്കേ ഉള്ളൂ പിന്നെ എരിവ് കുറച്ചൊന്ന് കുറയ്ക്കടി എന്ന് പറയുന്നത്. പിന്നെ ഈ മീൻകറി ഞാനിപ്പോൾ തിളച്ച് കഴിയുമ്പോൾ അടുപ്പിലോട്ട് മാറ്റും കേട്ടോ. ഇപ്പം ഗ്യാസ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടല്ലേ. എങ്ങാനും പണി കിട്ടിയാലോ. വിഷു അല്ലേ വരുന്നത്. വിഷുവിനൊക്കെ ഗ്യാസ് കയറുന്ന പോയാൽ നമ്മൾ എന്തോ ചെയ്യും. അപ്പം നമ്മൾ അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ മീൻകറി നമ്മൾ ഈ ചാറൊന്ന് തിളച്ച് മീനിട്ട് കഴിയുമ്പോൾ നമ്മൾ അതേണ്ട മാറ്റി അടുപ്പിലോട്ട് മാറ്റി ആദ്യം നമ്മൾ ചോറൊക്കെ വെച്ച് ചോറ് ഊറ്റി കഴിയുമ്പോൾ മീൻകറി നമ്മളങ്ങ് വെക്കും. അത് വറ്റാൻ കുറച്ച് അധിക നേരം വേണമല്ലോ. ഗ്യാസ് വെച്ചാൽ ശരിയാവത്തില്ല. അത് അവിടെ ഇരുന്ന് വേകുന്ന സമയം കൊണ്ട് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണം. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഉപ്പുമാവും പഞ്ചസാരയും. നിങ്ങൾക്കിഷ്ടമാണ് ഈ ഉപ്പുമാവ്? എനിക്കിഷ്ടമാണ് കേട്ടോ. ഉപ്പുമാവും അതിൻ്റെ കൂടെ മോര് കറി അല്ലെങ്കിൽ മീൻ കറി പഞ്ചസാരയൊക്കെ ഇട്ട് തന്നെ. പച്ചക്കാണെങ്കിലും ഞാൻ തിന്നും. ഇപ്പോൾ ഒന്നും പച്ചക്കല്ല, കറിയൊന്നും ഇല്ലാതെയും പഞ്ചസാര ഇല്ലെങ്കിലും കുഴപ്പമില്ല. എനിക്കിഷ്ടമാണ് ഉപ്പുമാവ് എൻ്റെ ഒരു ഫേവററ്റ് ഭക്ഷണം. പിന്നെ നമ്മുടെ അടുപ്പിൻ്റെ ആ ഭാഗമൊക്കെ എന്താ അങ്ങനെ കിടക്കുന്നതെന്ന് ആരും കരുതല്ലേ. ഇത് ശരിക്കും പറഞ്ഞാൽ അടുക്കളയല്ല, നമ്മുടെ മുറ്റത്തിനോട് വീടിൻ്റെ പുറകുവശത്ത് എൻ്റെ ആങ്ങള ഈ ഗ്യാസിൻ്റെ പ്രശ്നം വന്നപ്പം ഒരു കെട്ട് പോലെ ഉണ്ടാക്കി. അവൻ ഈ അലുക്കുലത്തെ പണിയൊക്കെ അറിയാം. അങ്ങനെ ഒരു കെട്ട് പോലെ ഉണ്ടാക്കി ഒരു തൽക്കാലത്തേക്ക് 3 കല്ലൊക്കെ വെച്ച് അങ്ങനെ ഒരു അടുപ്പുണ്ടാക്കി. നമ്മൾ അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചേക്കുന്നതുകൊണ്ട് അങ്ങനെ കിടക്കുന്നത് കേട്ടോ. അല്ല അവിടെ വൃത്തിയാക്കാതിരുന്നിട്ടൊന്നുമല്ല. നമ്മൾ തുണിയൊക്കെ വിരിച്ചിടുന്നൊരു സ്ഥലമായിരുന്നു. അടുപ്പ് കൂട്ടാൻ നമുക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് വീടിൻ്റെ പുറകുവശത്തോട്ട് ഇങ്ങനെ കല്ലൊക്കെ വെച്ച് അടുപ്പുണ്ടാക്കി അങ്ങനെ വെച്ചാൽ നമ്മൾ അതിൽ ചോറ് വെക്കും. ഇങ്ങനെ എന്തെങ്കിലും കുറേ നമുക്ക് ടൈം എടുത്ത് വെക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ അടുപ്പിൽ വെക്കും. ശരിയാക്കാം കേട്ടോ. നമ്മുടെ വീടിനകത്ത് അടുക്കളയിൽ തന്നെ അടുപ്പ് കൂട്ടാനുള്ളതൊക്കെ മറ്റേ പുകയില്ലാത്ത അടുപ്പ് പരിപാടി നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ അമ്മയ്ക്ക് കുറേ കോഴിയും ഇതൊക്കെ ഉണ്ട്. കോഴിയേ ഉള്ളൂ, ഒരു 3-4 കോഴി. അതിന് ഈയിടെ വാങ്ങിച്ച് ഇട്ടത്. നേരത്തെ കിളിക്കൂടായിരുന്നു, അതിനകത്ത് കൊണ്ടിട്ടേക്കുമായിരുന്നു. അപ്പോൾ കോഴിക്ക് തീറ്റ കൊടുക്കാമെന്നോർത്ത് അതും രാവിലെയും വൈകിട്ടാണ് തീറ്റ കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ അവളുമാർ ശല്യം ചെയ്യും. കാരണം അലച്ചലച്ച് നമ്മൾ കോഴിത്തീറ്റയും കൊടുക്കും. അതുപോലെ തവിടില്ലേ പശുവിനൊക്കെ കൊടുക്കുന്നത്, അതും കൂടെ നമ്മൾ കുറച്ച് വെള്ളത്തിൽ കുഴച്ചാണ് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ അവളുമാർ നമ്മൾ ബേസിൻ്റെ അകത്തോട്ട് ഇടുമ്പോഴത്തേനും തട്ടി താഴെ കളയും. എന്നിട്ട് നിന്ന് അലയ്ക്കും. അത് കാണുമ്പോൾ നമുക്ക് സങ്കടമാവും. അതുകൊണ്ട് അതിനകത്തിട്ട് ആ കോഴിത്തീറ്റയ്ക്കകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ച് നമ്മൾ ആ ബേസിൻ്റെ അകത്തോട്ട് കൊടുക്കുമ്പം അവളുമാർ സുഖമായിട്ട് തിന്നോളും. രാവിലെ നമ്മൾ ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കും, തീറ്റയും കൊടുക്കും. പിന്നെ അനങ്ങാതെ അവിടെ കിടന്നോളും എല്ലാം കൂടെ. അത് കഴിഞ്ഞ് വൈകുന്നേരം കറക്റ്റ് എങ്ങനെയാണെന്നറിയത്തില്ല, സമയമാകുമ്പം പിന്നെയും നമ്മിങ്ങനെ അലയ്ക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മളെ ഓർമ്മിപ്പിക്കും, നമ്മൾ അന്നേരം കൊണ്ട് ഫുഡ് കൊടുത്താൽ മതി. അത് നിന്നിട്ട് അവിടെ അനങ്ങാതെ. ഈയിടെ ഒരു ദിവസം ഞാൻ കൂട് തുറന്ന് 3-4 എണ്ണം പുറത്തിറങ്ങി കേട്ടോ. പാട് വെട്ടാ പിടിച്ചിട്ടോ അതിനകത്ത്. അപ്പോൾ എനിക്കിനി അടുക്കള കുറച്ചും കൂടെ പണിയുണ്ട്. നമ്മുടെ മീൻകറി മാത്രമേ സെറ്റായിട്ടുള്ളൂ. ഇനി കുറച്ച് കിളിമീൻ ഇന്നലെ മേടിച്ച് വറക്കാനായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട്. അതെടുത്ത് വറക്കണം. പിന്നെ ഇന്നലെ ഞാനും അമ്മയും കൂടെ കോഴഞ്ചേരി ടൗണിൽ പോയപ്പം കുറച്ച് ചീര വാങ്ങിച്ചായിരുന്നേ. ഈ വണ്ടിയിലൊക്കെ കെട്ടായിട്ട് വെക്കത്തില്ലേ, അങ്ങനത്തെ ചീര. ഒരു കെട്ടിന് 50 രൂപ അങ്ങനെ വിൽക്കുന്നത്. അതും മേടിച്ച് കുറച്ച് വാടിയതാണ്. ഇന്നലെ വൈകിട്ട് കുറച്ചെടുത്ത് തോരൻ വെച്ചു. പക്ഷേ പഴയ ആ ചീരയുടെ ടേസ്റ്റ് ഒന്നും ഇപ്പോഴത്തെ ചീരയ്ക്കൊന്നും ഇല്ല. ചീരയ്ക്കുമില്ല മറ്റേ നമ്മളെന്താ തോരൻ വെക്കുന്ന ഉലുവേല, അതിനൊന്നും ആ ഒരു ടേസ്റ്റ് ഇല്ല. പിന്നെ എന്തെങ്കിലും കറി വെച്ചല്ലേ പറ്റൂ. അങ്ങനെ ആ ചീര എടുത്ത് തോരൻ വെക്കാൻ നിർത്തും. നാത്തൂനാണെങ്കിൽ ഇവിടെ മുറ്റത്ത് കുറച്ച് പണിയാണേ. നമ്മുടെ ഇവിടെ അടുത്ത് കോട്ടപ്പാറ മലനടയുണ്ട്. അപ്പോൾ അവിടുന്ന് പറയിടാനൊക്കെ വീട്ടുകൾ വരും. നമ്മളപ്പം നമ്മുടെ മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി അവൾ ആ പണി ഏറ്റെടുത്തു. ഞാൻ അടുക്കളപ്പണിയും ചെയ്യുക. ചീരയൊക്കെ അരിഞ്ഞ് കുറച്ചേ ഉള്ളൂ, ഒന്ന് ഒതുങ്ങി വരുമ്പോഴത്തേനും ശകലവേ കാണത്തുള്ളൂ. പിന്നെ നമുക്ക് ഒരു നേരം എടുക്കാനുള്ളത് അങ്ങനെ അതെടുക്കുക.
പണ്ട് കാലത്ത് ഞാൻ പഠിക്കുന്ന ടൈമിലൊക്കെ ഇവിടെ അമ്മ ചീര കൃഷി ഉണ്ടായിരുന്നു. ചീര നടുകയും വാഴ ഇപ്പോൾ ഒന്നും നടാൻ പറ്റാത്ത അവസ്ഥയല്ലേ ഇപ്പം. അമ്മ 10 മൂട് വാഴ വെച്ചിട്ട് തന്നെ അത് പന്നിയെല്ലാം കുത്തി ഇളക്കി കളഞ്ഞ് നഷ്ടമായിപ്പോയി. നമ്മൾ എലന്തൂർ ചന്തയിൽ നിന്ന് വാങ്ങിച്ച് വെച്ചതാണ്. ആങ്ങളെ തന്നെയാണ് വെച്ചത്. അപ്പോൾ കൂലിക്ക് കൊടുക്കേണ്ട വന്നു, എന്നാലും നഷ്ടമല്ല, നമ്മളത്രയും കാശ് മുടക്കി വെച്ചിട്ട് നഷ്ടം. അതുകൊണ്ടിപ്പോൾ ആരും കൃഷിയൊന്നും, ഇവിടെ പന്നിശല്യം ഭയങ്കരമായിട്ടുണ്ട്. രാത്രിയായാൽ അയ്യത്തോടൊക്കെ ഭയങ്കര സൗണ്ടാണ്. നമുക്ക് പേടിച്ചിട്ടേ ഇറങ്ങാനും പറ്റത്തില്ല. ഇത് വന്ന് കുത്തുമോ എന്നൊക്കെ പേടിയല്ലേ. അതിലെ കുഞ്ഞൊക്കെ ഇല്ലേ, അത് കാരണം പേടിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതും പറ്റത്തില്ല. നമ്മുടെ അയ്യത്തെ സാധനങ്ങളൊക്കെ കുത്തിമറിച്ചിടുക, തെങ്ങും തൈ കുത്തിമറിച്ചിടുക, അതൊക്കെയാണ് പന്നിയുടെ ഹോബി. അങ്ങനെ അതാ നമ്മുടെ ചീരത്തോരനൊക്കെ റെഡിയായി. തേങ്ങ ഞാനിന്ന് ചതച്ചിട്ട് കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് അത് കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ദാഹം. വെള്ളം എത്ര കുടിച്ചാലും മതിയാകത്തില്ലല്ലോ ഈ സമയത്ത്. അങ്ങനെ ഫ്രിഡ്ജ് തണുത്ത വെള്ളം നോക്കിയപ്പോൾ അതിനകത്ത് കുഞ്ഞിൻ്റെ മിൽക്ക് ഷേക്ക് ഇരിക്കുന്നു. അപ്പം ഞാനും അവനും കൂടെ അത് കുടിക്കുകയാണേ. ഇതാണ് എൻ്റെ ആങ്ങളയുടെ കുഞ്ഞ് അല്ലു. കൃതിക് എന്ന ഒഫീഷ്യലായിട്ടുള്ള പേര്. പുള്ളി ഇപ്പം ഇനി UKG-ലോട്ട്, LKG ആയിരുന്നു, UKG-ലോട്ട് സ്മാർട്ടായി കേട്ടോ. അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ചാണേത്. മീൻ കറിയും മീൻ വറുത്തതും ചീരത്തോരനും, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ലഞ്ച്. അത് മതിയല്ലോ നമ്മുടെ വീട്ടിലുള്ളവർക്ക്. നല്ല ടേസ്റ്റായിരുന്നേ. അപ്പം ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഉച്ച വരെയുള്ള നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ പരിപാടികളും കാര്യങ്ങളും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.